നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഏട്ടന്റെ അടുത്ത് വരുമ്പോ വീട്ടിലും കൂടെ കേറാൻ മടിക്കണ്ട. വൈരാഗ്യം കെട്ടടങ്ങിയെങ്കിൽ ഇതൊന്നും മതിയാക്ക്. മറ്റൊന്നും എന്നോടൊപ്പം പറയരുത്. അമ്മയുടെ അച്ഛന്റെ ഈ ഫംഗ്ഷൻ നന്നായി തന്നെ അവസാനിക്കണം. ഇവിടെ നടന്നൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതാ എന്റെ ആഗ്രഹം. പഠിച്ച കുട്ടിയല്ലേ നീ? സ്വന്തം ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ട് പ്രതികരിക്കാൻ മടിക്കുന്നത് എന്തിനാ? എന്റെ മോള് എത്ര കാലം നിനക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും? ചെറിയച്ഛ മോളെ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ കിട്ടുന്ന മുഴുവൻ തിരിച്ചല്ലേ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ചെറിയച്ഛൻ ഇവിടുന്ന് മടങ്ങില്ല മോളെ. അയ്യോ ചെറിച്ച, അച്ഛനൊന്നും അറിയാതിരിക്കാനും ഇവിടെ അമ്മ വീണ് പോകാതിരിക്കാനും വേണ്ടിയാ ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. എല്ലാം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മകനെ ചോദ്യം ചെയ്യേണ്ടതും ശിക്ഷിക്കേണ്ടതും ആ അമ്മയാണ്. ചെറിയച്ഛൻ ടെൻഷൻ ആവണ്ട. എനിക്കിപ്പോ പഴയതുപോലെ പേടിയൊന്നുമില്ല. അടിച്ച് തിരിച്ചടിക്കാൻ ചെറിയച്ഛന്റെ മോൾക്ക് ഇപ്പൊ അറിയാം. ഗതി കെട്ടാല് ഇറങ്ങിപ്പോരാനും. അതെ, വീണ പ്രസവിച്ചു. പെൺകുഞ്ഞ, സിസേറിയനായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ ഡോക്ടർ പറയും. കുഴപ്പമൊന്നുമില്ലടാ. ബെന്നിച്ച മോള നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ. എടാ നീ തിരക്ക് പിടിക്കാടാ. ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു ഇത് പറയുമല്ലോ, ഈ ചൂട് കൊടുക്കാനും മറ്റുമായിട്ട്. അതൊക്കെ കുറച്ചു നേരം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നിന്റെ കൈ കൊണ്ടുവന്ന് വെച്ചു തരും. അലിസേ, പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ നീ? പിന്നെ അതൊക്കെ എന്നേ കണ്ടുവച്ചിരിക്കുന്നതാ. മോളെ എപ്പോഴാ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക ബെന്നിച്ച? എന്റെ ജീവിതത്തില് വേറെ ഒരു കാര്യത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. കുഞ്ഞെന്നെ അച്ഛാന്ന് തന്നെ വിളിക്കും. ഇനിയിപ്പം വീണ വിലക്കാലും ശരി, എന്റെ മോൾ എന്നെ അച്ഛാന്ന് എന്നെ വിളിക്കും. എത്രയും പെട്ടെന്ന് മോളൊന്ന് വളർന്നിട്ട് അപ്പാന്നൊന്ന് വിളിച്ചാ മതിയായിരുന്നു. അപ്പൊ എന്താ എന്നെ അമ്മച്ചീന്ന് വിളിക്കണ്ടേ? വിളിക്കും, രണ്ടാളെയും വിളിക്കും. അമ്മാവാ, ഞാൻ എന്തെങ്കിലും ഒരു മധുരം വാങ്ങിച്ചിട്ട് വരട്ടെ. അല്ലാതെ ഇതെങ്ങനെയാ ആഘോഷിക്ക? മധുരം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില് തുടങ്ങാം. ഇനിയിപ്പോ കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങളും ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കണം. ഒന്നിലൊരു കുറവും വരുത്തില്ല. പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ബെന്നിച്ച. അതൊക്കെ കുറച്ച് കഴിയട്ടെ അലീസേ. ഹരി ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. പ്രീമച്വർ ഡെലിവറി ആയതുകൊണ്ട് കുഞ്ഞിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്താ കുഞ്ഞിന് എന്ത് കുഴപ്പമെന്നാ ഡോക്ടർ പറയുന്നേ? മോളെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടില്ലേ? മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും ബെന്നിച്ച.
താനൊന്ന് വന്നേ, വാ. അതാരാ? വീണയുടെ ക്ലാസ്മേറ്റിന്റെ ചേച്ചിയാ. ഇവിടെ ഇരിക്കെ. ആലീസ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് വീണെ അവർ ഒരുപാട് കെയർ ചെയ്തിരുന്നു. ഹരി, കുഞ്ഞിനെ 1-2 ദിവസം NICU കിടത്തേണ്ടി വരും. എന്ന് വെച്ചാൽ എന്താ ഡോക്ടറെ? ആക്ച്വലി അതൊരു മെഡിക്കൽ കെയറാ. കുഞ്ഞിന് വേണ്ടി മാത്രം ഒരു ഫുൾ ടൈം മെഡിക്കൽ ടീം കൂടെ ഉണ്ടാവും. അതാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഡം, അതിന്റെ ചെലവൊന്നും പ്രശ്നമാക്കണ്ട. മോക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതിനുവേണ്ടി അല്ലേടോ ഞങ്ങൾ ശ്രമിക്കുന്നത്. ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരുമ്പോഴാ ഞങ്ങളുടെ ഡ്യൂട്ടി പൂർണ്ണമാകുന്നത്. പിന്നെ അകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അനുഭവത്തോടു കൂടി വേണമല്ലോ. സോ നോ മോർ ടെൻഷൻസ്. ഓക്കെ? എന്തായാലും കുറച്ച് കഴിയുമ്പോഴേ നീ ഡോക്ടറോടൊന്ന് സംസാരിക്കണം. എല്ലാം വിശദമായിട്ട് അറിയണം. അവര് ചില മെഡിക്കൽ ടേംസ് ഒക്കെ പറയുമ്പോ നമ്മൾ പേടിച്ചു പോകും. അത്രേ ഉള്ളൂ. ഇതെന്താ അമ്മാവ് ആ സ്ത്രീ ഇങ്ങനെയൊക്കെ? എനിക്ക് കുഞ്ഞിനെ വേണം ബെന്നിച്ച. ടെൻഷൻ ആവണ്ട. എനിക്ക് അറിഞ്ഞൂടാ മോനെ. കുറെ നേരമായിട്ട് ഞാനും അത് തന്നെയാ നോക്കുന്നത്. അവളുടെ സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കാണിക്കൂ? ആർക്കറിയാം. സമയം കുറേയില്ലേ? അച്ഛൻ ഇറങ്ങാം. പിന്നെ സമയം പോലെ വരാം. അച്ഛൻ എപ്പോഴും നിന്റെ മനസ്സിൽ തന്നെ ഇല്ലടി. എന്ന് പോയിട്ട് വാച്ചാ. എന്നാ പിന്നെ രഘു, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? ആയിക്കോട്ടെ. മോള് സമാധാനായിട്ടിരിക്കെ. ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു പരിധി കഴിഞ്ഞാൽ ആരായാലും പ്രതികരിച്ചു പോലും. ഞങ്ങളത് ചെയ്തുള്ളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സഹോദര ബന്ധം ഒരിക്കലും വേർപിരിയാൻ പാടില്ലാത്തതാ. എന്നും നിത്യമോളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. കേട്ടല്ലോ നിങ്ങൾ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൂടണം. അതിപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരികയോ നിങ്ങൾ ഇങ്ങോട്ട് വരികയോ എങ്ങനെയായാലും മതി. ഞാൻ പറയാം. ആയിക്കോട്ടെ. ഇനി ഏട്ടന്റെ അടുത്ത് വരുമ്പോ വീട്ടിലും കൂടെ കയറാൻ മടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.